നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മാർത്താണ്ഡവർമ്മ നോവലിലെ ചരിത്രവും മിത്തും എന്ന പരമ്പരയുടെ 4ാം ഭാഗമാണ് ഈ വീഡിയോ. ഈ നോവൽ വായിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഈ നോവലിലെ എല്ലാ അധ്യായത്തിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചുരുക്കി എന്റേതായ ശൈലിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഒരു വിശകലനം സമയം ലഭിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നൽകുന്നതുമാണ്. അപ്പൊ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി. തുടർന്നും ഈ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 13 അധ്യായം വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ നോവലിന് പകരമല്ല ഈ വിശകലനമോ അല്ലെങ്കിൽ ഈ വിവരണമോ. അതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പോ ഇതിലെ 13 അധ്യായങ്ങളിലൂടെ നമ്മൾ ഒരു വിധം മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ കാണുക. എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്ത് അത് രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോ നമ്മൾ ആദ്യത്തെ ഇതിൽ 10ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ പാറുകുട്ടിക്ക് എന്തു സംഭവിച്ചു, അതാണ് ഈ 14ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ കാർത്യായനി അമ്മ തമ്പി വന്ന് പോയതിന്റെ പിറ്റേ ദിവസം വാതിൽ തുറന്ന് അറപ്പുരയുടെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച അതിദയനീയമായിരുന്നു. അതായത് പാറുക്കുട്ടി അവിടെ കിടക്കയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ പാറുക്കുട്ടിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. പക്ഷവാതം എന്ന രോഗമാണ് പാറുക്കുട്ടിയെ ബാധിച്ചിരിക്കുന്നത്. അതിദയനീയമായ രംഗം. പാറുക്കുട്ടി എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നാക്ക് വഴങ്ങുന്നില്ല. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കുന്നത്. ആകെ മുഖമെല്ലാം ഒരു ഭാഗത്തേക്ക് വക്രീകരിച്ച് ആകെ ഒരു വിരൂപമായ രീതിയിലും വളരെ കഷ്ടപ്പെട്ടും കിടക്കുന്ന പാറുക്കുട്ടിയുടെ അവസ്ഥ ആരെയും കരളലിയിക്കുന്നതാണ്. അപ്പോൾ കാർത്യായനിയമ്മ ധരിക്കുന്നത് തമ്പിയോടുള്ള അല്ലെങ്കിൽ തമ്പി വന്ന സമയത്ത് 2 തരത്തിലാണ് ചിന്തിക്കുന്നത്. ഒന്നുകിൽ തമ്പിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ തമ്പിയോട് മുഖം കാണിക്കാൻ പറഞ്ഞു, അത് വേണ്ട രീതിയിൽ വസ്ത്രത്തിന്റെ മുകളിൽ ആഭരണങ്ങളൊക്കെ ധരിച്ച് കാണേണ്ട അവസ്ഥയിൽ നിന്ന് പാറുക്കുട്ടി അത് ധിക്കരിച്ചത് കൊണ്ടായിരിക്കുമോ എന്നെല്ലാം ശങ്കകൾ അതിൽ വിവരിക്കുന്നുണ്ട്. എന്തായാലും ഈ പാറുക്കുട്ടിയുടെ അവസ്ഥ, ദയനീയമായ അവസ്ഥ എല്ലാവരും അറിയുന്നു. അങ്ങനെ കുടമൺപിള്ള ഉള്ളിലേക്ക് വരുന്നു. സാധാരണ അങ്ങനെ വരാറില്ല ഉള്ളിൽ, അതുവരെ വരാറുള്ളൂ. അറപ്പുരവാതിലിന്റെ അതുവരെയുള്ളൂ. പക്ഷെ കയറി വരുന്നു. വിവരം പറഞ്ഞ് കടക്കൂട്ടത്ത് പിള്ള വരുന്നു. അദ്ദേഹത്തിന് വളരെയധികം സങ്കടമായി. എല്ലാ ചെലവുകൾക്കുള്ള എല്ലാ പണവും താൻ വഹിച്ചുകൊള്ളാം, അതിന് അനുമതി നൽകണം എന്ന് മൂത്തപിള്ളയോട്, ചെമ്പകശ്ശേരി മൂത്തപിള്ളയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ചെമ്പകശ്ശേരി മൂത്തപിള്ള അതിന് സമ്മതിക്കുകയും ചെയ്തു. ആദ്യം അതിന് അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് നിരന്തരമുള്ള അഭ്യർത്ഥന മൂലം കഴക്കൂട്ടത്ത് പിള്ളയെ ധിക്കരിക്കാൻ വയ്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്നേഹമായിട്ടുള്ള ഈ ഒരു അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് സുന്ദരയ്യനാണ്. സുന്ദരയ്യനെ ആരും കാര്യമായി ഗൗനിക്കുന്നില്ല. അവിടെ സുന്ദരയ്യന്റെ സാന്നിധ്യമില്ലെങ്കിലും സുന്ദരയ്യൻ വന്ന് കുറെ പൊടിക്കൈകളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോകുന്നു. ഈ കഴക്കൂട്ടത്ത് പിള്ള വന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭിക്ഷു അദ്ദേഹത്തിന്റെ പുറകില് അദ്ദേഹത്തിനെ അനുഗമിക്കുന്നുണ്ട്. പക്ഷെ കഴക്കൂട്ടത്ത് പിള്ള അറിയുന്നില്ല. അപ്പൊ ഇതൊരു സ്പൈ വർക്കാണ് ചെയ്യുന്നത്, ഒരു ചാരവൃത്തിയാണ്. അതായത് ഈ ഭിക്ഷു എന്ന് പറയുന്നത് സുന്ദരയ്യന്റെ കയ്യിൽ നിന്ന് യോഗക്കുറി കൈക്കലാക്കാൻ ശ്രമിച്ച ഭിക്ഷുവാണ്. പിന്നീട് അവിടെ നടക്കുന്ന അവസാനമാണ്. അപ്പോഴേക്കും ഈ ശംഖു ആശാൻ വരുന്നുണ്ട്. വേലു ആശാൻ അല്ല, ശംഖു ആശാനാണ്. ശംഖു ആശാൻ എന്ന് പറയുന്നത് അവിടുത്തെ ആയുധപ്പുരയുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരനും ആ വീട്ടിലെ എല്ലാമായ 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കളരിയുടെ ആശാനായിട്ടുള്ള, എല്ലാ ഭാഗത്ത് ചെല്ലാനും സ്വാതന്ത്ര്യമുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വൃദ്ധനാണ്. അദ്ദേഹത്തിന് പാറുക്കുട്ടി എന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. പാറുക്കുട്ടിയുടെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അറപ്പുരയിൽ വന്നപ്പോഴാണ് എല്ലാവരും അവര് ശ്രദ്ധിച്ച ഒരു കാര്യം, അവിടെ വസ്ത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ അണിയാൻ വെച്ചിരുന്ന ആഭരണങ്ങൾ അവിടെ കാണുവാനില്ല. അപ്പൊ ആഭരണങ്ങൾ മോഷണം നടത്തിയ കള്ളന്മാരുടെ പണി ആയിരിക്കുമോ ഇത് എന്ന് അവര് സംശയിക്കുന്നു. അങ്ങനെ ശംഖു ആശാൻ വീടിന്റെ 4 പുറവും പരതുന്നു. എന്നിട്ട് തിരിച്ച് വരുന്നു. ആ സമയത്താണ് സുഭദ്ര വരുന്നത്. സുഭദ്രയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കുലട എന്നുള്ള പേരൊക്കെ സമ്പാദിച്ച ഒരു സ്ത്രീയാണ്. ഉള്ളു ശുദ്ധമാണെങ്കിലും മറ്റുള്ളവരുടെ
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പറച്ചിലും ഗോസിപ്പുകളും കഷ്ടപ്പെടുന്ന ഒരു നല്ല മാന്യായ ഒരു യുവതിയാണ് ഈ സുഭദ്ര. പാറുക്കുട്ടിയുടെ അവസ്ഥ അറിഞ്ഞിട്ടാണ് സുഭദ്ര അവിടെ വരുന്നത്. സുഭദ്ര വന്നപ്പോൾ പാറുക്കുട്ടിയുടെ അമ്മയായ കാർത്യായനി അമ്മ അവിടെ കിടപ്പുണ്ട്. അവരെ ആദ്യം ഇവരെ കാണാത്തതുകൊണ്ടായിരിക്കാം, സുഭദ്രയെ കാണാത്തതുകൊണ്ടോ എന്തുകൊണ്ടോ അവരെ എഴുന്നേൽക്കുന്നില്ല. സുഭദ്ര വിചാരിച്ചു അത് എന്നെ ധിക്കരിക്കാനാണ് എന്ന്. പക്ഷെ സുഭദ്രയുടെ വിചാരത്തിന് വിപരീതമായി അവരവിടെ നിന്ന് എഴുന്നേറ്റ് ഈ സുഭദ്രയെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരു മാതൃവാത്സല്യം എന്ന രീതിയിൽ സുഭദ്രയ്ക്കും വളരെയധികം വിഷമമുണ്ടായി. അങ്ങനെ സുഭദ്ര അവിടെ നിന്ന് ഇതിനൊരു പരിഹാരവും കാര്യങ്ങളും നോക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ശംഖു ആശാൻ അവിടെ കയറി വരുന്നതും. ശംഖു ആശാൻ വന്നിട്ട് വളരെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കുകയാണ് സുഭദ്ര. അതാ കാഴ്ച കണ്ടപ്പോൾ സുഭദ്ര തിരിച്ചു ചോദിക്കുന്നു, ഞാനാണോ ഈ ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്ന രീതിയിലാണല്ലോ ശംഖു ആശാൻ നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ശംഖു ആശാൻ വിറച്ച് അവിടെ വീഴുകയാണ്. അങ്ങനെ അവർ പിടിച്ച് അവിടെ കിടത്തുന്നു. എന്തായാലും ഇതിന്റെ നിജസ്ഥിതി എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് സുഭദ്ര തീരുമാനിച്ചുറപ്പിക്കുന്നു. ഇനി അടുത്ത ഭാഗമാണ് പറയുന്നത്. അതായത് 15 തമ്പിയുടെ, ഇപ്പൊ 14-ാം അധ്യായം കഴിഞ്ഞു, 15-ാമത്തെ അധ്യായം തമ്പിയുടെ മാളികയാണ്. മാളികയിൽ സുന്ദരയ്യൻ യോഗക്കാരുടെ അടുത്ത് പോയിട്ട് അതിന്റെ വിവരം ഇനിയും ലഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ആകാംക്ഷയായിട്ട് വളരെ അക്ഷമനായിട്ട് തമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അദ്ദേഹത്തിന് വളരെയധികം ഉള്ളിൽ എന്തൊക്കെയോ ആശങ്ക ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുന്ദരയ്യൻ അവിടെ കയറി വരുന്നത്. സുന്ദരയ്യൻ വന്ന് അദ്ദേഹം ഇല്ലാത്തതും ഉള്ളതും കാര്യങ്ങളൊക്കെ ഒരു പൊടിപ്പും ചെങ്ങലൊക്കെ വെച്ച് അങ്ങ് പറഞ്ഞ് തമ്പിയെ ബോധിപ്പിക്കുകയാണ്. വിഷു വന്ന് ആക്രമിച്ച കാര്യം ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സുന്ദരയ്യൻ അവിടെ പറയുന്നത് 10-20 പേര് തന്നെ വളയുകയും 4-5 പേര് കൂടിയിട്ട് എന്നെ പിടിക്കുകയും ചെയ്തപ്പോൾ അവരെ ഞാൻ കുതറി അവിടുന്ന് അടിച്ചു വീഴ്ത്തി ഓടി. അങ്ങനെ പോകുന്ന വഴിക്ക് യോഗക്കുറി ഇതിൽ പോയി. പിന്നെ ഈ നടന്ന യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷെ ഈ വെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടുത്തി മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോ സുന്ദരയ്യനോട് മതിപ്പ് കൂടി തമ്പി. എന്നെങ്കിലും തമ്പി പിന്നീട് ചോദിക്കുന്നത് ഈ പാറുക്കുട്ടിയുടെ അവസ്ഥയാണ്. പാറുക്കുട്ടി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കൊണ്ടുവരണം, വല്ല ഹോമമോ വല്ലതും ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം, എങ്ങനെയെങ്കിലും പാറുക്കുട്ടിക്ക് നല്ല ഇതിൽ വന്നാൽ മതി. തങ്കം എന്നാണല്ലോ വിളിക്കുന്നത് പാറുക്കുട്ടിയെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോ അതിനെക്കുറിച്ച് അന്വേഷിച്ചു വരാൻ പറയുന്നു. സുന്ദരയ്യൻ മടിച്ചാണെങ്കിലും ശരി എന്ന് പറഞ്ഞു പോകുന്നു. ഈ സമയത്ത് അറപ്പുര വാതിലിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ത്രീ കടന്നു വരുന്നു. തമ്പിക്ക് അതിയായ ആഹ്ലാദം ഉണ്ടാകുന്നു. ആ സ്ത്രീ ആരാണ്? സുഭദ്രയാണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സുഭദ്രയെ ആഗ്രഹിച്ച് പിന്നാലെ നടന്ന് സുഭദ്രയുടെ സ്വന്തമാക്കാൻ, അതായത് വിവാഹം കഴിക്കാൻ അല്ലെങ്കിലും ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം സുഭദ്രയുടെ പിന്നാലെ നടന്ന ഒരാളാണ് തമ്പി. തമ്പിക്ക് സുഭദ്ര ആ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ തമ്പിയുടെ ആഗ്രഹം നിറവേറ്റാനുള്ള ആയിട്ടാണ് സുഭദ്ര വരുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനുള്ളിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി വിവരിക്കുന്നുണ്ട്. അതായത് സുഭദ്രയുടെ ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സുന്ദരയ്യൻ തമ്പിയുടെ നിർദ്ദേശം അനുസരിച്ച് സുന്ദരയ്യൻ ചില എഴുത്തുകളൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശങ്ക അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവരെ തമ്മിൽ തെറ്റിക്കുന്നതും മറ്റു കാര്യങ്ങളും എന്ന് സുഭദ്രയ്ക്ക് അറിയാം. എങ്കിലും സുഭദ്ര അവിടെ വന്നു തമ്പിയോട് പറയുന്നു. അപ്പൊ തമ്പിയെ ഒന്ന് പുകഴ്ത്തുന്നു. തമ്പിക്ക് അത് വലിയ ഇഷ്ടമാകുന്നു. അങ്ങുന്നേ എന്നുള്ള വിളി കേട്ടപ്പോൾ അദ്ദേഹത്തിന് അറിയാതെ നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ എന്താണ് അവിടെ നടന്ന കാര്യങ്ങൾ എന്നറിയണം, യുവക്കാരുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും. അതിനേക്കാളും വലിയൊരു കാര്യം അദ്ദേഹത്തിന് അവർക്ക് അറിയാനുണ്ടായിരുന്നത് ഈ ചെമ്പകശ്ശേരി തറവാട്ടിൽ നടന്ന കാര്യം എന്താണ്. അപ്പോ തമ്പി അതിനെക്കുറിച്ച് വിവരിക്കുന്നു. ഞാൻ അവിടെ ഒരു പ്രാവശ്യമേ പോയുള്ളൂ, അവിടെ പോയി ഇങ്ങനെ കണ്ടു, ഞങ്ങൾ തിരിച്ചു വന്ന് കടന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് സുഭദ്രയ്ക്ക് വിശ്വാസമായില്ല. വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ നിക്കക്കള്ളി ഇല്ലാതെ പറഞ്ഞു, രാത്രി ഞാൻ ഒന്നുകൂടി അവിടേക്ക് പോയി. അപ്പൊ പോയ സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. അപ്പൊ സുന്ദരൻ അയ്യൻ എന്താണ് ചെയ്തിരുന്നത്? അദ്ദേഹം അവിടെ കടന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, വേറെ ഒന്നും എനിക്കറിയില്ല. അപ്പൊ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ഞാൻ ഒരു അപരിചിതനെ കണ്ടു. ആദ്യം അത് ഞെട്ടി വിറച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അത് പ്രേതമാണെന്ന് തോന്നുന്നു. അപ്പൊ തിരുമുഖപ്പിള്ളയുടെ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പൊ തിരുമുഖപ്പിള്ളയുടെ അനന്തര മകനാണ് ഈ അനന്തപത്മനാഭൻ. അനന്തപത്മനാഭനെയാണ് കണ്ടിരിക്കുന്നത് ഇയാള്. അപ്പൊ അനന്തപത്മനാഭൻ തന്നെയാണോ അത് എന്ന് സുഭദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോ അതേ എന്ന് അദ്ദേഹം സത്യം ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അപ്പോ ഞാൻ ആഭരണങ്ങളൊന്നും എടുത്തിട്ടില്ല, അത് ആരാണ് കൊണ്ടുപോയതെങ്കിൽ ഞാനും കേട്ടു ആ കഥ എന്ന് പറഞ്ഞു.
ഇപ്പൊ ഇതൊന്നും പുറത്തു പറയില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കാര്യം കഴിഞ്ഞപ്പോൾ സുഭദ്ര മടങ്ങി പോവാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് തമ്പിക്ക് മനസ്സിലായത് തന്നെ കബളിപ്പിച്ചു സുഭദ്ര എന്നുള്ളത്. അപ്പൊ ഈ വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ തമ്പി ഉള്ളിൽ വിചാരിച്ച് കാണും. എന്തായാലും അപ്പോ സുഭദ്രയോട് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തമ്പി വെളിപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സംഭാഷണങ്ങളെല്ലാം സുന്ദരയ്യൻ പുറത്തു നിന്ന് കേട്ടിരുന്നു. അതിനുശേഷം പിന്നീട് സുഭദ്ര മടങ്ങി നേരെ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് എത്തുന്നു. അവിടെ വേലുവാശാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ വേലുവാശാൻ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് ഇദ്ദേഹം അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അതായത് സുഭദ്ര അവിടെ വന്ന ഉടനെ തന്നെ വീടിന്റെ നാലുപുറവും പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു ചപ്പ് കൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് ഒരു എഴുത്ത് ലഭിക്കുന്നു. ആ എഴുത്ത് കൊണ്ടുവന്നു. അത് വായിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പോഴാണ് ശംഖു ആശാൻ പറയുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പൊ പടിഞ്ഞാറോട്ടുള്ള അറപ്പുരയുടെ വാതിൽ തുറന്നിട്ടുണ്ട്. അതിന്റെ വാതിലിന്റെ സാക്ഷ അല്ലെങ്കിൽ ലോക്ക് ഉള്ളിൽ നിന്നാണ്. ശംഖു ആശാന്റെ കയ്യിലാണ് അതിന്റെ താക്കോലുള്ളത്. അപ്പോ അത് തുറന്നു കിടക്കുന്നത്, അപ്പൊ കള്ളൻ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് പോകണമല്ലോ. അതായത് ഈ അറപ്പുര വാതിലിന്റെ ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ അറപ്പുരയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ശംഖു ആശാൻ അറിയാതെ നടക്കില്ല എന്ന രീതിയിലാണ് സംസാരം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് താക്കോലുള്ളത്. അങ്ങനെ അദ്ദേഹം തലയ്ക്ക് ഭാഗത്ത് താക്കോൽ വെച്ചാണ് ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി സുഭദ്ര പറയുന്നതിനനുസരിച്ച് ശംഖു ആശാൻ പറയുന്നു. അന്ന് സുഭദ്ര ഒരു ശ്ലോകം പോലെ കാശ്യസ എന്ന് പറഞ്ഞിട്ടൊരു പറയുന്നുണ്ട്. അത് ആ വാക്കിന്ന് സുഭദ്രയ്ക്ക് എല്ലാം അറിയാമെന്നുള്ള ധാരണയിലാണ് ശംഖു ആശാൻ പറയുന്നത്. അപ്പൊ ശംഖു ആശാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കാശി വന്നിട്ടുള്ള ഒരു ഭിക്ഷു ആയിട്ടുള്ള ഒരാൾ അവിടെ വരികയും അദ്ദേഹം ഒരു മരുന്ന് കൊടുത്തു. അത് കഴിച്ചതോടുകൂടി എനിക്ക് ബോധമില്ല, ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അയാളെ കണ്ടില്ല. പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇയാൾ എന്നെ മയക്കിയിട്ട് ഇത് എടുത്തിട്ട്, അതായത് ആ ചാവി എടുത്തിട്ട് ഇത് തുറന്ന് ഈ ആഭരണം മോഷ്ടിച്ച് പോയിട്ടുള്ളതായിരിക്കും എന്ന് പറയുന്നു. ഇതാണ് അടുത്ത രംഗം. ഇനി 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അപ്പൊ സുഭദ്ര ഇത് കേട്ട് സുഭദ്ര ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആരായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ നിശ്ചയിക്കുന്നു, ഇത് കണക്കാക്കുന്നു. അപ്പോ എഴുത്തെടുത്ത് വായിക്കുന്നുണ്ട് സുഭദ്ര. എഴുത്ത് നോക്കുമ്പോൾ അത് ആ തിരുമുഖം പിള്ള മകന്റെ അന്ത്യത്തെ കുറിച്ചിട്ടുള്ള എഴുത്താണ് അത്. അപ്പോ അതൊരു കഷ്ടം എന്ന രീതിയിലാകുന്നു. അപ്പോ സുഭദ്ര ഒരു കാര്യം കൂടി ശംഖു ആശാനോട് പറയുന്നുണ്ട്. ശംഖു ആശാൻ ഈ ആള് പിന്നീട് കണ്ടുവോ ചോദിക്കുന്നുണ്ട്. കണ്ടു എന്ന് പറയുന്നു. അയാളിപ്പോ എവിടെയുള്ളത്? അപ്പുറത്തുള്ള ഒരു പട്ടാണി ക്യാമ്പിൽ അവിടെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിനെ പോയിട്ട് ഒന്നുകൂടി കണ്ടിട്ട് ഈ കാര്യങ്ങൾ ഇയാൾ തന്നെ ആണോ എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കുക. അവിടെ ഈ ആഭരണത്തിന്റെ പോയ കാര്യങ്ങളും ഒക്കെ അവിടെ പറയണം എന്നും പറയുന്നുണ്ട്. അപ്പൊ ശംഖു ആശാൻ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ പോകാമെന്ന് പറയുന്നു. ഒരു ഭീഷണിയൊക്കെ നടത്തുന്നുണ്ട്. ഇദ്ദേഹം കഴിച്ചിട്ടുള്ള മരുന്നിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ മൂത്തപിള്ളയോട് പറയും എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. ഇവിടെ കുറച്ചപ്പുറത്തെ 17-ാം അധ്യായത്തിൽ പറയുന്നത് ഒരു പട്ടാണികളുടെ ഒരു ക്യാമ്പാണ്. തിരുവനന്തപുരത്തിന്റെ തെക്കു ഭാഗത്തുള്ള മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുകിലന്റെ കാലത്ത് സുന്നത്ത് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മുസ്ലിം ആയിട്ടുള്ള ഒരു വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു. ആ മരുഭൂമിയായിട്ടുള്ള പ്രദേശം വെട്ടിത്തെളിച്ച് അവിടെ ഒരു വൃദ്ധൻ, അതായത് കുറച്ച് മുസ്ലിങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഒരു യോഗം കൂടുകയാണ്. അതായത് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യാപാര യോഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വ്യാപാര യോഗം കൂടുന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ വിശിഷ്ടങ്ങളായ ഒരുപാട് വസ്തുക്കൾ വിൽക്കുകയാണ്. അവർ പല ഭാഗത്ത് വിറ്റ് അവിടെ ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വസ്തുക്കൾ മേടിക്കാൻ വേണ്ടി അവിടെ വരുന്നു ആളുകൾ ഒന്നും പോകുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹം നല്ലൊരു ചികിത്സകൻ കൂടിയാണ്. അതായത് വാഗ്ഭടനെ വെല്ലുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ചികിത്സാ രീതികൾ, ഔഷധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പ്രശസ്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് 2 പെൺമക്കളാണ്. ആ 2 പെൺമക്കൾ ഒന്ന് സുലൈഖയും ഒന്ന് ഫാത്തിമയുമാണ്. മറ്റൊരു അതായത് സഹോദരന്റെ പുത്രനാണ് സൈനുദ്ദീൻ. അതുപോലെ തന്നെ സുലൈഖയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാമുകൻ കൂടിയുണ്ട്. അദ്ദേഹമാണ് ഷംസുദ്ദീൻ. അതേപോലെ തന്നെ ഈ വൃദ്ധന്റെ ജാമാതാവായിട്ടുള്ള ഒരു ഉസ്മാൻ ഖാൻ ഉണ്ട്. അദ്ദേഹമാണ് കാര്യസ്ഥൻ. ഇങ്ങനെയാണ് അവിടെ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 4 ചെറുപ്പക്കാരായ യുവാക്കളുണ്ട്. ഈ വൃദ്ധനുണ്ട്. വൃദ്ധനെ ഹക്കീം എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തില് യുവരാജാവിന്റെ അടുത്ത് ഒരു സംസാരം നടക്കുന്ന സമയത്ത് ഒരു എഴുത്ത് വരികയുണ്ടായല്ലോ. ആ എഴുത്തില് പറഞ്ഞിട്ടുള്ള പേരാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ വൃദ്ധന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് അജീം ഉത്ത്
ദൗള ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ മകളെ കൊണ്ട്, അതായത് സുലേഖയെ കൊണ്ട് ഈ ഷംസുദ്ദീനെ വിവാഹം കഴിപ്പിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഷംസുദ്ദീൻ ഒരു കാരണവശാലും തന്റെ ആഗ്രഹങ്ങൾ തുറന്നു പറയുന്നില്ല. അത് വലിയൊരു ഇത് കാര്യങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ അവിടെയുള്ള എല്ലാവരുടെയും ആകാര വടിവിനെ കുറിച്ചൊക്കെ പറയുന്നത് എല്ലാവരും വളരെ നല്ല ഇതായിട്ടാണ്. പക്ഷെ ഷംസുദ്ദീനെ എടുത്തു പറയുന്നുണ്ട്. ഷംസുദ്ദീൻ എന്ന് പറയുന്ന അതികോമളനാണ്, നല്ല ബലിഷ്ഠകരമായ, നല്ല എല്ലാ 3 ഭാഷയും, അതായത് ഹിന്ദുസ്ഥാനി, തമിഴ്, ഹിന്ദി, മലയാളം നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ദ്വിഭാഷിയായിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഇവര് പറയുന്ന ഭാഷ മറ്റ് സ്ഥലത്തേക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നല്ല ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. പക്ഷെ വൃദ്ധന്റെ സംസാരത്തില് വൃദ്ധനെ ധിക്കരിക്കുമോ, ഇവൻ എന്റെ മകളെ വേദനിപ്പിക്കുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. അപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഷംസുദ്ദീന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അനുജനായിട്ടുള്ള അനുജന്റെ മകനായിട്ടുള്ള നൂറുദ്ദീൻ സംസാരിക്കുന്നത്. അതേസമയം ഉസ്മാൻ ഖാൻ ആണെങ്കിൽ ഇദ്ദേഹത്തിന് വൃദ്ധനെ ഒന്ന് പിരികേറ്റുന്നുമുണ്ട്, അതായത് ഒന്നും കൂടി പറയുന്നതിൽ ആക്കം കൂട്ടിക്കുന്നുമുണ്ട്. എന്തായാലും ആ സമയത്താണ് ഷംസുദ്ദീൻ കയറി വരുന്നത്. അപ്പൊ ഇവര് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇത് സംസാരിക്കുന്നത്. അപ്പൊ ഷംസുദ്ദീൻ അവിടെ ഇല്ല. ഷംസുദ്ദീൻ വന്നപ്പോ ഷംസുദ്ദീനോട് ചോദിക്കുന്നു, പുറത്തൊരു വൃദ്ധനെ കണ്ടല്ലോ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പൊ അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, എന്തെങ്കിലും ചികിത്സയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ വേറൊരു ഒരാൾ വന്നായിരുന്നല്ലോ, അയാൾ എന്തിനാ വന്നത്? അയാൾക്കൊരു വിഷം വേണം. അപ്പൊ വിഷം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിഷം കൊടുത്തില്ല, പകരം വിഷമാണ് പറഞ്ഞിട്ട് വേറെ സാധനം കൊടുത്തു. ഉറപ്പായിട്ടും അത് യുവാവിനെ, അതായത് യുവരാജാവിനെ വധിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ എന്തായാലും അപ്പൊ അദ്ദേഹത്തിന് ഇത് കൊടുത്തത് നന്നായി, നിനക്ക് നല്ല ബുദ്ധി ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ കുറുപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുറുപ്പ് അവിടുന്ന് പുറപ്പെട്ടു പോന്നു, മാങ്കുയിൽക്ക് കുറുപ്പ്. പക്ഷെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. എന്താ വരാത്ത വെച്ചപ്പോ കുറുപ്പ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം എത്തിക്കോളും, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ രംഗം അങ്ങ് കഴിയുകയാണ് 16-ല്. പിന്നെ 17-ല് നടക്കുന്ന സമയത്ത് സുഭദ്രയുടെ വീണ്ടും ഇവിടെ കാണുകയാണ്. അതായത് ശംഖു ആശാന്റെ അടുത്ത് സുഭദ്ര വീണ്ടും ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ ഇതില് മുഴുവനും 17 ഭാഗത്തിലല്ല, മറ്റേ 16-ലല്ല, 17-ലാണ് കൂടുതലായിട്ട് ഈ നിലവറയുടെ വാതിൽ തുറന്നു കിടക്കുന്നതൊക്കെ സുഭദ്ര കാണുന്നതൊക്കെ 17-ാം ഇതിൽ തന്നെയാണ്. അപ്പോഴാണ് ശംഖുവാശനോട് പറഞ്ഞയക്കുന്നത്. ശംഖുവാശൻ തിരിച്ചു വരുന്നു, ആളെ ഞാൻ കണ്ടു. അപ്പൊ അവിടെ സംസാരിച്ച സമയത്ത് ഈ പുറത്തുള്ള ആളോട് ഈ കാശി നിന്ന് വന്ന ആളെന്ന രീതിയിലാണ് അയാളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് കണ്ണുകളൊക്കെ നിറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ദ്വിഭാഷിയെ വിളിക്കാൻ പറഞ്ഞു. ദ്വിഭാഷി വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഇനി തമ്പിയുടെ അവിടുന്ന് വരുന്ന സാധനങ്ങളൊക്കെ, തമ്പി അപ്പൊ ചിലപ്പോ പാറുക്കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഇത് കൊണ്ടുപോയതായിരിക്കാം വിഷം, അതുകൊണ്ട് അതിന് അവിടുന്ന് വരുന്നൊന്നും കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. സുന്ദരയ്യനാണ് ഈ വിഷം കൊണ്ടുപോയത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോ ഈ ആളെ കണ്ടപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് മുമ്പേ ചോദിച്ചപ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന്റെ നിറവും കാര്യങ്ങളൊക്കെ പറയുന്നു. എങ്കിലും ഏകദേശം സുഭദ്രയ്ക്ക് ആളെ മനസ്സിലായി. അത് ഈ അനന്തപത്മനാഭന്റെ രൂപവും സാദൃശ്യവും ഉണ്ട്. അപ്പൊ അനന്തപത്മനാഭനെ ഇയാൾക്ക് അറിയുന്നത് കൊണ്ട് അയാൾ നേരിട്ട് വരാതെ മറ്റാള്, അതായത് ഈ കാശിയപ്പൻ അല്ലെങ്കിൽ ആ അപരിചിതനെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അയാളാണ് ഈ മരുന്ന് കൊടുത്ത് ഇയാളെ മാറ്റി, എന്നിട്ടാണ് ഇദ്ദേഹം കയറിയത് എന്ന് സുഭദ്രയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുന്നു. അപ്പോ ഇതാണ് 17-ാം അധ്യായത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. 18-ാം അധ്യായത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ അനലൈസേഷൻ ചെയ്യുമ്പോഴേക്കും ഇത് വീഡിയോ പിന്നെയും നീണ്ടുപോകും. എങ്കിലും 2 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു അനലൈസേഷൻ ഉണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ, ഈ സുന്ദരയ്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമേ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അനന്തപത്മനാഭന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വേറൊരു ഇതിൽ പറഞ്ഞിരിക്കുന്ന അനന്തപത്മനാഭൻ ഈ അനന്തപത്മനാഭനും ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിലുള്ളത്. പിന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ വീഡിയോ പിന്നെയും നീണ്ടുപോകുന്നു. 20 മിനിറ്റിൽ കൂടുതൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.